കേരളത്തിൽ തുടർഭരണം വരുന്നതിനെതിരെയുള്ള കവി സച്ചിദാനന്ദന്റെ നിലപാടിനെതിരെ വസ്തുതകൾ നിരത്തിയുള്ള ചോദ്യങ്ങളുമായി തോമസ് ഐസക്. കേരളത്തിലെ ബിജെപിയെ മൂലക്കിരുത്തുവാൻ കോലീബിക്കാർക്ക് കഴിയില്ലെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുന്നു. 10 വർഷക്കാലത്തിനിടയിൽ സാമൂഹ്യ സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം തുടങ്ങിയ ഓരോ മേഖലയിലും അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം കിഫ്ബി നേരിട്ടോ അല്ലെങ്കിൽ ലെവറേജ് ചെയ്തോ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേറെ ഭീമമായ പണം ചിലവഴിച്ചിട്ടും ഒരു അഴിമതി ആരോപണം പോലും ഉണ്ടായിട്ടില്ല. തങ്ങൾ അനുവർത്തിക്കുന്ന വികസന തന്ത്രം തള്ളിപ്പറയുന്ന UDFന് ഇതുവരെ ബദലായി ഒന്നും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതല്ലേ ചർച്ച ചെയ്യേണ്ടതെന്ന് തോമസ് ഐസക് ചോദിക്കുന്നു. പല ഇടതുപക്ഷ സർക്കാരുകൾക്കും തുടർച്ചയുണ്ടായില്ല. സാക്ഷരതാ യജ്ഞത്തിന് തുടർച്ചയില്ലാതെ പോയി. ജില്ലാ പഞ്ചായത്തുകൾ അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ. ഇത്തരമൊരു ചരിത്രം ആവർത്തിക്കണോ എന്നതാണ് മലയാളിയുടെ മുന്നിലുള്ള ചോദ്യം. കോൺഗ്രസിൻ്റെ അടക്കം നിയോ ലിബറൽ അജണ്ടയ്ക്ക് ബദൽ ഉയർത്തുന്ന ഏക രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷമാണ്. പല കാരണങ്ങൾ കൊണ്ടും ബംഗാളിലും ത്രിപുരയിലും ഭരണം നഷ്ടപ്പെട്ടു. സച്ചിദാനന്ദൻ്റെയും തൻ്റെയും എല്ലാം ജീവിതകാലത്ത് തന്നെ അവിടെ തിരിച്ചുവരവുമുണ്ടാകും. അതിന് മർമ്മപ്രധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ തുടർച്ചയെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. BJPയെ അധികാരഭ്രഷ്ടമാക്കാനുള്ള എല്ലാവിധ യോജിച്ച പ്രക്ഷോഭങ്ങളിലും പങ്കാളികളാകുമ്പോഴും ഇന്ന് ഒരു ഇടതുപക്ഷ ബദൽ കേരളത്തിൽ ഉയർന്നു നിൽക്കേണ്ടത് അഖിലേന്ത്യാ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. എന്തേ ഇത് സച്ചിദാനന്ദനെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നില്ല? കേരളത്തിലെ BJPയെ മൂലക്കിരുത്തുവാൻ കോലീബിക്കാർക്ക് കഴിയില്ല. ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ വർഗീയ ലഹള പോലും ഇല്ലാത്ത റെക്കോർഡ് കേരളം ഇനിയും നിലനിർത്തുമെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നു. സച്ചിദാനന്ദന്റെ നിലപാടിനെതിരെ ഗോപകുമാർ മുകുന്ദൻ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ഏറ്റവും വലിയ ജനാധിപത്യവാദി എന്ന് ആഘോഷിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടു. തുടർച്ച ഉണ്ടായില്ല. കുടിയൊഴിപ്പിക്കൽ നിരോധനവും കാർഷിക ബന്ധ ബില്ലും ഒന്നും സച്ചിദാനന്ദൻ മാഷും മറ്റും തള്ളിപ്പറയുമോ? വിമോചന സമരവും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അട്ടിമറിയും ഭൂപരിഷ്കരണത്തിൻ്റെ അന്തസ്സത്തയെ തിരിച്ചുപിടിക്കാനാകാത്ത വിധം നേർപ്പിച്ചു. ഒന്നാം EMS സർക്കാരിന് തുടർഭരണം ലഭിച്ചിരുന്നെങ്കിൽ ഭൂപരിഷ്കരണം ശരിയായ രീതിയിൽ വളരെ നേരത്തെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. മറ്റൊരു വിമോചന സമരത്തിനാണ് അറിഞ്ഞോ അറിയാതെയോ സച്ചിദാനന്ദൻ ചൂട്ടുപിടിക്കുന്നതെന്നും ഗോപകുമാർ മുകുന്ദൻ ചൂണ്ടിക്കാട്ടുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.